എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന സിനിമ നമ്മുടെ ചതുരം മൂവിയാണ്. സ്വാസികയും റോഷനും അതുപോലെ തന്നെ അലൻസിയറും അഭിനയിച്ച ചതുരമാണെന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പണത്തിൻ്റെ ഹുങ്കുള്ള ഇഷ്ടപ്പെട്ടതെല്ലാം വെട്ടിപ്പിടിക്കാൻ മടിക്കാത്ത, എതിർക്കുന്നവരെ അടിച്ചു പരത്തുന്ന, വിട്ടുവീഴ്ച എന്ന വാക്ക് നിഘണ്ടുവിൽ ഇല്ലാത്ത അച്ചായൻ്റെ രണ്ടാം ഭാര്യയായി സെൽന എത്തുന്നിടത്തുനിന്നാണ് സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്ത ചതുരം ആരംഭിക്കുന്നത്. വാർദ്ധക്യത്തിലേക്ക് കടന്ന അച്ചായൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ സുന്ദരിയായ സെൽനയെ അയാൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനായി പണം കൊടുത്തു വാങ്ങിയതാണ്. സ്നേഹവും അതിനേക്കാളേറെ വെറുപ്പമുള്ള ഒരു ചതുരത്തിലേക്കാണ് സെൽനയുടെ ജീവിതം പറിച്ചു നടുന്നത്. എല്ലാ സൗകര്യങ്ങളുമുള്ള വീട്, അളവില്ലാത്ത ഭൂമി, പണം. പക്ഷേ സെൽന എന്തു ചെയ്യണമെന്ന് അച്ചായൻ പറയും. ചതുരംഗക്കളിയിൽ തോൽപ്പിച്ചാലോ അനുവാദമില്ലാതെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയാലോ പോലും അവളെ കാത്തിരിക്കുന്നത് അസഭ്യവും മർദ്ദനവുമാണ്. അത്രയേറെ ടോക്സിക്സ് ആയ എന്നാൽ കടമ പോലെ സ്നേഹം നൽകുന്ന ആ ദാമ്പത്യം ആഴ്ചകൾ പിന്നിടുമ്പോഴേക്കും ഒരു അപകടം സംഭവിക്കുന്നു. അതോടെ തറവാട്ടുപേരും അപ്പൂപ്പന്മാരുടെ വീരകഥകളും പറഞ്ഞ് ലോകം മുഴുവൻ തൻ്റെ കാൽക്കീഴിലാണെന്ന് കരുതി ജീവിച്ച അച്ചായൻ കിടപ്പിലാകുന്നു. ഇയാളെ പരിചരിക്കാനായി ഹോം നേഴ്സായി ബെൽത്താസൻ എത്തുന്നു. തുടർന്നുണ്ടാകുന്ന വൈകാരികവും സങ്കീർണവുമായ സംഭവങ്ങളാണ് ചതുരത്തിൻ്റെ കഥാന്തം. ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ വിജയമാണെന്ന് തന്നെ പറയാം നമുക്ക്. എന്നാലും നിങ്ങളുടെ വിലയേറിയ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ചിത്രത്തിന് ലഭിച്ച എ സർട്ടിഫിക്കറ്റ് ചർച്ചയായപ്പോഴെല്ലാം സിനിമയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ലൈംഗികത ഉൾപ്പെടുത്തിയതെന്ന് സിദ്ധാർത്ഥ് ഭരതൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനോട് നീതി പുലർത്തുന്നതാണ് സിനിമയിലെ ബോൾഡ് രംഗങ്ങളും ഏറെയും. സിനിമയിലെ കഥാപാത്രങ്ങളുടെ സ്വഭാവവും തീവ്രമായ ആഗ്രഹങ്ങളും വൈകാരികാവസ്ഥയും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഈ രംഗങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ ജയിക്കാൻ വേണ്ടി 3 പേർ നടത്തുന്ന ശ്രമമാണ് ഈ സിനിമ. 3 കഥാപാത്രങ്ങളിലൂടെയാണ് ഈ ഒരു സിനിമ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു 3 പേരാണ് ഈ സിനിമയുടെ നട്ടെല്ല് എന്ന് തന്നെ നമുക്ക് പറയാം. നല്ലതും മോശവും നിസ്സഹായാവസ്ഥയുമായ ഷെയ്ഡുകൾ എല്ലാം കഥാപാത്രങ്ങൾക്കുമുണ്ട്. ഈ സാഹചര്യത്തിൽ താരങ്ങളുടെ പ്രകടനം സിനിമയുടെ ഹൈലൈറ്റാണ്. താരങ്ങളുടെ പ്രകടനം ഈ ഒരു സിനിമയിൽ നമുക്ക് ഹൈലൈറ്റാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സെൽനയെ അവതരിപ്പിച്ച സ്വാസിക പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. സ്വാസിക ഈ ഒരു സിനിമയിൽ നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. സ്വാസിക മാത്രം നമുക്ക് പറയേണ്ട, എല്ലാവരും നല്ലൊരു അഭിനയം തന്നെയാണ് ഈ ഒരു സിനിമയിൽ കാഴ്ചവെച്ചത്. ഒരു ടോക്സിക്സ് വ്യക്തിയുടെ നിസ്സഹായയായ ഭാര്യയും അടങ്ങാത്ത ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന കാമുകിയെയും ഇഷ്ടമുള്ളത് നേടാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂരനായി മാറുന്ന കഥാപാത്രത്തെയാണ് സ്വാസിക അവതരിപ്പിച്ചത്. ഒരു യുവാവിൻ്റെ എല്ലാ ചാബല്യങ്ങളുമുള്ള എന്നാൽ ക്രൂരനാവാൻ സാധിക്കാത്ത വിധം ലോലഹൃദയമുള്ള അയാളാണ് ബെൽത്താസർ. അയാൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, സ്വാർത്ഥകളുണ്ട്. പക്ഷേ അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ അയാൾ ചെയ്യാനില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ 3 പേരിലൂടെയാണ് ഈ ഒരു സിനിമ കടന്നു പോകുന്നത് പ്രത്യേകിച്ച്. എങ്കിലും ഏതാനും സീനുകൾ മാത്രം വന്നു പോയ ജാഫർ ഇടുക്കിയുടെ കഥാപാത്രവും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ സങ്കീർണമായി സിനിമ മുന്നോട്ട് പോകുന്നതിനിടെ തിയേറ്ററിൽ ചിരി പടർത്താൻ ജാഫറിനായി. ശാന്തി ബാലകൃഷ്ണൻ, പെങ്ങൾ തങ്കം, നിഷാജ് സാഗർ എന്നിവരും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പ്രവചിക്കാനാവുന്ന ട്രാക്കിലൂടെ മുന്നോട്ട് പോകുമ്പോഴും ആദ്യ പകുതി ത്രില്ലടിപ്പിക്കുന്നു. എന്തോ വലുത് വരുമെന്ന തോന്നൽ എപ്പോഴും നിലനിർത്തുന്നു. കഥാപാത്രങ്ങളെ വികസിപ്പിക്കാനും അവരിലൂടെ പ്രേക്ഷകർക്ക് ചിന്തിക്കാനും പാകത്തിനാണ് മേക്കിംഗ്. ഇതിൻ്റെ ഒരു മേക്കിങ്ങിൽ നമുക്ക് ഇതിൻ്റെ സംവിധാനം എടുത്തു പറയേണ്ടതാണ്. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ വലിച്ചു നീട്ടൽ അനുഭവപ്പെട്ടേക്കാം. അമിത പ്രതീക്ഷയ്ക്കും ചില ആശയക്കുഴപ്പങ്ങൾക്കും കാരണമാകുന്ന ഘടകങ്ങളും കല്ലുകൊടിയാകുന്നു. ചില സ്ഥലങ്ങളിൽ വളരെ മികച്ചു നിന്ന പശ്ചാത്തല സംഗീതം, ഭേദപ്പെട്ട ഛായാഗ്രഹണം, അനുയോജ്യമായ കോസ്റ്റ്യൂം ഡിസൈനിങ്
എന്നിവയ്ക്കും കൈയടക്കമുള്ള സംവിധാനം ചേർന്നതാണ് ചതുരം. എങ്കിലും മെച്ചപ്പെടുത്താനുള്ള സാധ്യത തിരക്കഥയിൽ ബാക്കിയാണ്. പുതുമ തേടി പോകുന്ന പ്രേക്ഷകർക്ക് ചതുരം നല്ലൊരു അനുഭവം തന്നെയാകും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇവിടെ രേഖപ്പെടുത്തുക. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സിനിമയുടെ കൂടുതൽ വിവരങ്ങളും കമൻറ്റ് ചെയ്യുക. നമ്മൾ കേട്ട ഇക്ലി കഥകളിൽ നിന്നും നമ്മൾ എന്തൊക്കെയോ ഊഹിക്കുന്നുവോ അതൊക്കെ തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ സംഭവിക്കുന്ന ഒരു സിനിമ തന്നെയാണ് സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്ത ചതുരത്തിൽ. അതുപോലെ തന്നെ വലിയ പണക്കാരനും വൃദ്ധനുമായ ഒരാൾ അതിസുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയെ വിവാഹം കഴിച്ച് അയാളുടെ വലിയ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. അയാളുടെ രതി വൈകൃതങ്ങൾക്കും ക്രൂരമായ മർദ്ദനങ്ങൾക്കും ഇരയായി ജീവിക്കുന്ന അവളോട് നാട്ടുകാർക്കെല്ലാം സഹതാപവും രഹസ്യമായ അഭിനിവേശവും ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തൊക്കെയാണ് ഉണ്ടാവുമെന്ന് നമ്മൾ കേട്ട ഇക്ലിക്കഥകളിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ഊഹിക്കുന്നുണ്ടോ അതൊക്കെ തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ സംഭവിക്കുന്ന ഒരു സിനിമ തന്നെ സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്ത ചതുരം. സൗന്ദര്യ ശാസ്ത്രപരമോ സാങ്കേതികമോ എന്ത് പറയാനുണ്ടായാലും മലയാളത്തിലെ ഈറോട്ടിക് സ്വഭാവമുള്ള ത്രില്ലറുകളുടെ പതിവ് കാഴ്ചശീലങ്ങൾ കുനിഞ്ഞ് ഒരു ചതുരത്തിനകത്ത് കാണികളെ ഇടുകയാണ് സംവിധാനം ചെയ്യുന്നത്. സ്ത്രീ ശരീരം, അതിൻ്റെ സാധ്യതകൾ ഒക്കെ രതിയിൽ തുടങ്ങി അവസാനിക്കുന്നു എന്നൊരു മലയാളി പൊതുബോധം ഉണ്ടെന്ന് പറയാറുണ്ട്. സ്ത്രീ ശരീരത്തിൻ്റെ ഏക സാധ്യത രതിയാണെന്ന വിശ്വാസവും ഈ ബോധ്യത്തിൻ്റെ തുടർച്ചയാണ്. ഈ രണ്ട് ബോധ്യങ്ങളെയും തുടക്കം മുതൽ ഒടുക്കം വരെ മുറുകെ പിടിക്കുന്നുണ്ട് ചതുരം. വൃദ്ധനായ ഒരാളുടെ സ്വത്ത് കൈക്കലാക്കാനും ചെറുപ്പക്കാരനായ ഒരാളെ കൂടെ നിർത്താനും ഒരു സ്ത്രീയെ തൻ്റെ ശരീരം എങ്ങനെയൊക്കെ പ്രാപ്തമാക്കുന്നു എന്ന അന്വേഷണമാണ് ഒരർത്ഥത്തിൽ നോക്കിയാൽ ചതുരം. ഈ ഒരു സിനിമയിൽ നമുക്ക് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും കൂടെ രേഖപ്പെടുത്തുക. സോസിയുടെ സൈലന പല രീതികളും ഒരു കഥാപാത്രം എന്നതിലുപരി സിനിമയിൽ ഒരു ശരീരമാണ്. കഥാപാത്ര നിർമ്മിതിയേക്കാൾ ഉപരി ശരീരത്തിൻ്റെ പലവിധ സാധ്യതകൾ സംവിധാനം ഉപയോഗിക്കുന്നു. ഈ ഒരു സാധ്യതയും ഇത്തരമൊരു സിനിമാ രീതിയും ഇന്ത്യൻ സിനിമകൾ 2 ദശാംശങ്ങൾക്കെങ്കിലും മുൻപ് ഉപേക്ഷിച്ചതാണ്. പക്ഷേ ചതുരത്തിൽ അത്തരമൊരു രീതിയിൽ സംവിധായകൻ പിന്തുടരുന്നത്. എഴുത്തുകാരൻ കൂടിയായ വിനോയ് തോമസും സംവിധായകൻ സിദ്ധാർത്ഥ് ഭരതൻ ചേർന്നാണ് ചതുരത്തിൻ്റെ കഥ എഴുതിയത്. മനുഷ്യ മനസ്സ്, അതിയായ കാമനകൾ തുടങ്ങിയ സാധ്യതകളെയാണ് സിനിമയുടെ തിരക്കഥ പിൻപറ്റുന്നത്. ശയ്യാവലംബിയായ വൃദ്ധൻ്റെയും ഭാര്യയും ചെറുപ്പക്കാരനെയും ശരീരം കൊണ്ട് വരുത്തിയിലാക്കുന്ന മറ്റൊരാളുടെ ഭാര്യയും ഇവിടെ സ്ഥിരം നാട്ടുവർത്തമാനങ്ങളിലെ കഥാപാത്രങ്ങളാണ്. വൈക്യനായ സാധ്യതകളും ഷേക്സ്പിയർ അപനിർമ്മാണത്തിൻ്റെയും ഒക്കെ അപ്പുറം ഈ ഇക്കിളിക്കഥകളെ രസിപ്പിക്കുന്ന നായിക പരിവേഷമാണ് ചതുരത്തിൽ സൈനിക്കുള്ളത്. ആ രീതിയിൽ രൂപപ്പെടുത്തിയ കഥാഗതിയും സംഭാഷണവും തിരക്കഥയും ക്യാമറയും ഒക്കെയാണ് ചതുരത്തിൻ്റേത്. 2 സ്ത്രീകളുമായി ഒരേ സമയം ബന്ധം പുലർത്തുന്ന പുരുഷനെ കുറിച്ച് പൊതുവെ നമ്മൾ ഉപയോഗിക്കാറുള്ള വാക്ക് പെട്ടുപോയ ആൾ എന്നാണ്. കാലാകാലങ്ങളായി മലയാള സിനിമ അത്തരത്തിൽ പുരുഷന്മാരെ നിർമ്മിക്കാറുണ്ട്. ജീവിതത്തിലെ 2 സ്ത്രീകളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ ഇതിനു കാരണമായി ഉയർത്തുന്നു. പാവം തൻ്റെടി ദ്വന്ദ്ം ഉണർന്ന് പ്രവർത്തിക്കുന്നു. പാവം കാമിയുടെ നിർബന്ധ ബുദ്ധിക്കും തൻ്റെടിയായ സ്ത്രീയുടെ ശരീരമെന്ന മരിച്ചികയ്ക്കും ഇടയിൽ പെട്ടുപോകുന്ന പുരുഷനെ ചതുരത്തിനും കാണാം. സംവിധായകൻ്റെ മുൻ ചിത്രമായ ചന്ദ്രേട്ടൻ എവിടെയാ ഉയർത്തിയ അതേ രീതിയിലൊരു വേറൊരു ഗണത്തിൽപ്പെട്ട ചതുരവും ഒരു പുരുഷൻ്റെ ബന്ധങ്ങൾക്കിടയിലുള്ള ആശയക്കുഴപ്പത്തെയും കാണുന്നത്. പുരുഷൻ പെട്ടുപോകുന്ന പാവവും സ്ത്രീ മിടുക്ക് കൂടിയ സാമർഥ്യകാര്യമാകുന്ന പതിവ് നടപ്പ് രീതി സിനിമ പിന്തുടരുന്നു. ബന്ധത്തിൻ്റെ ആസൂത്രകയും ഗുണഭോക്താവും സ്ത്രീ മാത്രമാകുന്നു. 2 പേർ തമ്മിൽ നടന്ന ശാരീരികമായ ബന്ധത്തിന് ഒരാൾ മാത്രം കാരണമാകുന്ന രീതിയെ സിനിമ പിൻപറ്റുന്നു. മനുഷ്യരെല്ലാം ഓരോ ചതുരത്തിനുള്ളിലാണെന്ന് സിനിമ ആത്യന്തികമായി പറയാൻ ശ്രമിക്കുന്നത്. വീടിൻ്റെ ചതുരം, സദാചാരത്തിൻ്റെ ചതുരം, ശരീരത്തിൻ്റെ ചതുരം, പണത്തിൻ്റെ ചതുരം ഒക്കെയാണ് മനുഷ്യനെ നയിക്കുന്നതെന്ന് പല അടരുകളിലെ സിനിമ പറഞ്ഞു പോകുന്നു.
ആ അടരിൽ സിനിമയ്ക്ക് തുടർച്ചയുണ്ട്. സോസിയുടെയും റോഷൻ മാത്യൂസിൻ്റെയും അലൻസീറുടെയും കൂടെ അഭിനയിച്ചവരെല്ലാം പ്രകടനങ്ങൾ വിശ്വസനീയമായിരുന്നു. പക്ഷേ സിനിമ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ അടിമുടി പ്രശ്നവൽക്കരണ സാധ്യതകൾ ഉള്ളതാണ്. സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, സ്ത്രീ ശരീരം, സ്വാതന്ത്ര്യം എന്നിവയെ ഒക്കെ കാലത്തിനൊത്ത് അടയാളപ്പെടുത്താൻ വാണിജ്യ സിനിമകളെല്ലാം ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിർബന്ധിക്കപ്പെട്ട ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ വൃദ്ധൻ്റെ സുന്ദരിയായ ഭാര്യയെയും ചെറുപ്പക്കാരനെയും കണ്ണും കൈയും കാണിച്ച് വളയുന്ന സ്ത്രീയുമൊക്കെ വീണ്ടും വരുന്ന അനുഭവമാണ് ചതുരം തരുന്നത്. നായകൻ്റെ വയലൻസ്, പ്രണയം, അങ്ങനെ അയാളിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തികൾക്കെല്ലാം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിലും കൈയടിക്കുന്ന ഒരു മാസ് ഓഡിയൻസ് ഇവിടെയുണ്ട്. അതിനൊക്കെയും ന്യായീകരണങ്ങളും നമുക്കുണ്ടാകും. എന്നാൽ ഇത് തന്നെ ഒരു പെണ്ണ് ചെയ്യുമ്പോൾ അതിന് അവൾക്ക് എന്ത് തന്നെ ന്യായീകരണമുണ്ടെങ്കിലും കൈയടിക്കാൻ തയ്യാറാവില്ല ഈ ആൾക്കൂട്ടം. ആ കാഴ്ചപ്പാടുകൾക്ക് നല്ലൊരു അടിയാണ് സിദ്ധാർത്ഥ് ഭരതൻ്റെ സംവിധാനം ചെയ്ത ചതുരം എന്ന സിനിമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യാതൊരു ന്യായീകരണവുമില്ലാതെ തനിക്ക് ശരിയാവുന്നത് എന്തും താൻ ചെയ്യുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് സെൽന. പെണ്ണിൻ്റെ മുഖത്തിന് സ്നേഹമെന്നും ത്യാഗമെന്നും പകയെന്നും വിദ്വേഷമെന്നുമൊക്കെ സിനിമകൾ നൽകിയ പരിവേഷങ്ങൾക്കിടയിലേക്കാണ് സെൽന മറ്റൊരു രൂപവുമായി മാറുന്നത്. പൂർണ്ണമായും സ്വാസികയുടെ സെൽന എന്ന കഥാപാത്രത്തിലൂടെ ആണ് സിനിമ പോകുന്നത്. ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെ തന്നെക്കാൾ പ്രായം കൂടുതലുള്ള ഒരാളുടെ ഭാര്യയായി വലിയ ബംഗ്ലാവിലെത്തുന്ന പെൺകുട്ടിയുടെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാകുന്ന സംഭവങ്ങളെല്ലാമാണ് സിനിമ പറയുന്നത്. പ്രായക്കൂടുതലുള്ള ഒരാളെ ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കേണ്ടി വരുന്ന പണ്ടൊക്കെ കുടുംബക്കാർ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ നാട്ടു നടപ്പിൻ്റെ പേരിലോ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ കണക്കിലെടുത്തോ ആകും. എന്നാൽ ഇന്ന് അത് അങ്ങനെയല്ല. ആ വിവാഹം സ്വത്ത് മോഹിച്ചോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ അവസ്ഥകൾ മുതലെടുക്കുന്നതോ ഒക്കെ ആയിരിക്കും എന്നതാണ് പൊതുവെയുള്ള ധാരണ. ഈ ധാരണകളെ വളരെ സ്വാഭാവികമായും തന്നെ തിരുത്തുകയാണ് ചതുരം. എപ്പോഴും സ്ത്രീകളുടെ സ്നേഹം, പ്രണയം, കാമം എന്നീ വികാരങ്ങളൊക്കെ സ്ക്രീനിൽ എത്തിക്കുമ്പോൾ അവ സാമൂഹിക കാഴ്ചപ്പാടിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നവ കൂടിയായാൽ പോലും ആ സാഹചര്യത്തിലേക്ക് അവരെ നയിച്ചതെന്ന് തോന്നിപ്പിക്കും വിധം ചില ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി സിനിമ പ്രേക്ഷകനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. ഇവിടെ മാറി ചിന്തിച്ചിരിക്കുകയാണ് ചതുരം. കരഞ്ഞും കലങ്ങിയും മാത്രം പെണ്ണിനെ കാണിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഈ പതിവുകളെല്ലാം സിനിമ തെറ്റിക്കുന്നുണ്ട്. ശക്തവും സ്വാർത്ഥവുമായ പ്രണയം, കാമവും ദേഷ്യവും പകയും കുതന്ത്രങ്ങളും ഒക്കെയുള്ള പെണ്ണിനെയാണ് ഈ സിനിമ പറയുന്നത്. ഈ വികാരങ്ങളെയൊക്കെ ഈ മുഖങ്ങളിലൊക്കെ ഉള്ളയാണ് പെണ്ണ് എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ് സിനിമ. എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി തരുന്ന എന്ന് കാണിക്കുകയും സമ്പത്ത് കൊണ്ട് മൂടുകയും ചെയ്യുന്ന ഭർത്താവിനെ വെറുക്കുമ്പോൾ ഭാര്യയുടെ കഥാപാത്രത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ അതിൽ പിന്നിൽ ഒരു കഥ പറഞ്ഞു പോവുകയാണ് പതിവ്. എന്നാൽ ഈ സിനിമ അത്തരത്തിലുള്ള ശ്രമങ്ങളൊന്നും നടത്താത്തത് അല്പം വ്യത്യസ്തമായ സമീപനമാണ്. ഞാനെന്തോ ത്യാഗം ചെയ്തു എന്ന ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ പകരം അയാളുടെ അടിപൊളി ജീവിതം ആഗ്രഹിച്ച് ജീവിച്ചു തുടങ്ങുന്ന പെണ്ണിൽ നിന്ന് ആ ജീവിതത്തിൻ്റെ ഗതി മാറുന്നത് പ്രേക്ഷകർക്ക് കൂടി ഒപ്പം കൂട്ടിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സിനിമയുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുക. സിനിമ OTTയിൽ ഉടൻ തന്നെ ഇറങ്ങുന്നതായിരിക്കും. കറക്റ്റ് എന്നാണെന്ന് അറിയില്ല. സിനിമ ചതുരം OTTയിൽ ഇറങ്ങുന്നതായിരിക്കും. ആണധികാരത്തെ പെണ്ണിന് മുന്നിൽ തോൽപ്പിക്കാൻ ഇഷ്ടമില്ലാത്ത അത്തരം തോൽവികളെ ഭയക്കുന്ന ആൺബോധത്തെ വളരെ വ്യക്തമാക്കി എത്തിക്കുകയാണ് അലൻസീർ എന്ന നടൻ. കുറച്ച് കഥാപാത്രങ്ങളിലൂടെയാണ് സിനിമ പോകുന്നതെങ്കിലും അഭിനേതാക്കൾ എല്ലാം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത്. കഥാപാത്രത്തിൻ്റെ എല്ലാ മുഖങ്ങളും മനോഹരമായി സ്വാസിക അവതരിപ്പിച്ചിട്ടുണ്ട്. റോഷൻ മാത്യു, ശാന്തി, അലൻസിയർ, ഗീത, സംഗീത എന്നിവരും കഥാപാത്രങ്ങളെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് അലൻസിയറും റോഷൻ മാത്യുവും തമ്മിലുള്ള ഇമോഷണൽ രംഗങ്ങളാണ്. ഏതാനും സീനുകൾ മാത്രം വന്നുപോയ ജാഫർ ഇടുക്കിയിലൂടെ കഥാപാത്രവും പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം നേടുന്നു. സിനിമയുടെ ആദ്യ പകുതിയിൽ ചില ഇടങ്ങളിലെല്ലാം പെണ്ണിനെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നുവെന്നും തോന്നിയെങ്കിലും രണ്ടാം പകുതി ആ തോന്നലുകളെല്ലാം തിരുത്തുന്നതായിരുന്നു. ഇറോട്ടിക് സീനുകൾ കൃത്യതയോടെ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥ് ഭരതൻ എന്ന സംവിധായകൻ്റെ മികവ് ചിത്രത്തിലുടനീളം കാണാൻ കഴിയും. പശ്ചാത്തല സംഗീതം, ഛായാഗ്രഹണം, കോസ്റ്റ്യൂം ഡിസൈനിങ് എന്നിവയും മികച്ചു തന്നെ നിന്നു.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഈ ഒരു വീഡിയോയിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. തന്ത്രപരമായ എല്ലാ കരുനീക്കങ്ങൾക്കുമൊടുവിൽ കളി അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു. നന്നായി കളിച്ചയാൾ സ്വാഭാവികമായും വിജയിക്കുന്നു. വളവ് തിരിവുകൾ നിറഞ്ഞ വഴിയിലൂടെ കഥ പിന്നെയും മുന്നോട്ട് തന്നെ പോകുന്നു. ഒരു പക്ഷേ അടുത്ത കളിക്ക് വേണ്ടിയുള്ള കരുക്കൾ മനസ്സിൽ അടക്കി തുടങ്ങിയിട്ടുണ്ടാവും. സെലനെയും ബൽത്തസാറും തിരശീലയിൽ സെലനെയും ബൽത്തസാറും ഇനിയും നിറഞ്ഞാടട്ടെ. യഥാർത്ഥ ജീവിതത്തിൽ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് അവരുടെ ഇടപെടലുകൾ നീളുന്നിടത്ത് നിയമം ഇടപെടട്ടെ. രാജാവ് വീഴുമ്പോഴാണ് ചെസ് കളി അവസാനിക്കുന്നത്. ചെസ് ബോർഡിൻ്റെ രാജാവ് പക്ഷേ അത്ര ശക്തനൊന്നുമല്ല. തൊട്ടടുത്തെത്തിയാൽ മാത്രം ശത്രുവിനെ വെട്ടിവീഴ്ത്താം. പ്രാണരക്ഷാർത്ഥം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറി നിൽക്കാം. എന്നാൽ രാജ്ഞിയുടെ കാര്യം അങ്ങനെയല്ല. യഥേഷ്ടം എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാം. അത്ര ദൂരം തന്നെ തിരിച്ചും വരാം. വഴിയിലെ തടസ്സങ്ങൾ വെട്ടിമാറ്റാം. യുദ്ധം ചെയ്യാം. രാജാവിനേക്കാൾ കഴിവുള്ള റാണിയെ അത്ര ഇഷ്ടപ്പെടാനിട്ടാണോ എന്തോ നമ്മൾ മലയാളികൾ ആ റാണിയെ മന്ത്രി എന്ന് വിളിക്കും. സെലിനോ എന്ന സ്ത്രീ തന്ത്രപരമായി കളിച്ച് വിജയിച്ച ഒരു ചതുരംഗ കളിയാണ് ചതുരം എന്ന സിനിമ. തൻ്റെ കളത്തിൽ അവശേഷിച്ച കരുക്കളെ അവർ കൗശലത്തോടെ ഉപയോഗിച്ചു. ആര് എവിടെ നിൽക്കണമെന്നും എന്തു ചെയ്യണമെന്നും അവർ തീരുമാനിച്ചു. ഇനി മറുവശത്ത് നിന്ന് നോക്കിയാൽ ബൽത്തസാറും ഭംഗിയായി തന്നെ കളിക്കുന്നുണ്ടെങ്കിലും സെലനയുടെ തന്ത്രങ്ങൾക്കുമേൽ മറുതന്ത്രങ്ങൾ മെനയാൻ അയാൾക്ക് കഴിയാതെ പോയി. സെലനയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ എനിക്ക് നിന്നേക്കാൾ അല്പം കഴിവ് കൂടുതലാണ് എന്നത് തന്നെ കാര്യം. ഈ തിരിച്ചറിവ് തന്നെയാണ് സെലനയുടെ അടയാളപ്പെടുത്തുന്നത്. തൻ്റെ കഴിവുകളെക്കുറിച്ച്, തൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച്, തൻ്റെ മുന്നിലുള്ള സാധ്യതകളെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള സ്ത്രീ. നീ എന്നെ തോൽപ്പിക്കാറായി ഓടി എന്ന് ചോദിച്ച് ഭർത്താവ് ആഞ്ഞടിക്കുമ്പോഴും ആദ്യമായി ഒരു പെണ്ണ് എന്നെ തോൽപ്പിക്കുന്നത് എന്ന് ബൽത്തസാർ നിഷ്കളങ്ക സ്വരത്തിൽ പറയുമ്പോഴും ആണഹന്തയെ ചിരിച്ച് പുച്ഛിച്ച് തള്ളുന്നുണ്ട് സെലന. സെലനയാവുന്നത് സോസികയും ബൽത്തസാർ ആവുന്നത് റോഷനും വിജയിച്ചു. കഥാപാത്രങ്ങളുടെ ശരി തെറ്റുകളൊന്നും തൻ്റെ ബാധ്യതയായി സിദ്ധാർത്ഥ് ഭരതൻ എന്ന സംവിധായകൻ ഇവിടെ ഏറ്റെടുക്കുന്നില്ല. ഓരോ കഥാപാത്രത്തെയും അവരുടെ എല്ലാ ചാവല്യങ്ങളോടും കൂടി തന്നെ സ്ക്രീനിൽ ജീവിക്കാൻ അനുവദിച്ചു. ഇവിടെ ശരി തെറ്റുകളില്ല. ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടെ ശരികൾ മാത്രം, അതിലേക്കുള്ള വഴികൾ മാത്രം. ചിലപ്പോൾ ഓരോ കഥാപാത്രവും ചതുരംഗ കളിയിൽ മറ്റൊരാൾ നീക്കുന്ന കരുക്കൾ മാത്രമാകുന്നു. മറ്റു ചിലപ്പോൾ കരുക്കൾ നീക്കുന്ന കളിക്കാരൻ. ഇറോട്ടിക് ഡ്രാമ എന്ന ലോബിയിലാണ് മാർക്കറ്റ് ചെയ്യപ്പെട്ടതെങ്കിലും സിനിമയുടെ കഥാവഴികളിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്ന് എന്നതിനപ്പുറം ഒരു രംഗവും മുഴിച്ചു നിൽക്കുന്നില്ല. മറ്റൊരു കഥാപാത്രം അലൻസീർ അവതരിപ്പിച്ച അറവീട്ടിൽ അച്ചായനാണ്. ഭംഗിയുള്ളതെന്തും പണം കൊടുത്ത് വാങ്ങി വീടിനകത്ത് അലങ്കാരമായി കൊണ്ടുവയ്ക്കുമ്പോഴും അവ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാതെ പോയ മനുഷ്യൻ. നമ്മൾ കണ്ടു ശീലിച്ച ആണഹന്തയുടെ മൂർത്ത രൂപം. ചതുരംഗക്കളിയിൽ തൻ്റെ റോൾ അലൻസീർ ഭംഗിയായി കളിച്ചു തീർത്തു. ഒപ്പം മറ്റു കഥാപാത്രങ്ങളും. കാഴ്ച അലോസരമുണ്ടാക്കാതെ കഥയുടെ മൂഡ് മുന്നോട്ട് പോകുമ്പോൾ ഛായാഗ്രഹനും സാധിച്ചു. അത് അങ്ങനെയൊക്കെ തന്നെയാണ് കാഴ്ചക്കാർക്ക് ഊഹിച്ചെടുക്കുമെന്നിരിക്കെ പിന്നിലേക്ക് പോയി പലവട്ടം എടുത്തു കാണിച്ച ചില ഫ്ലാഷ് ബാക്കുകൾ ഇത് മാത്രം വ്യക്തമാക്കി കൊടുക്കേണ്ടതായിരുന്നു എന്നൊരു സംശയം തോന്നി. കഥാകൃത്ത് വിനയ് തോമസും സിദ്ധാർത്ഥ് ഭരതനും ചേർന്നാണ് തിരക്കഥ ഒഴുക്കിയിരിക്കുന്നത്. തന്ത്രപരമായ എല്ലാ കരുനീക്കങ്ങൾക്കുമൊടുവിൽ കളി അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു. നന്നായി കളിച്ചപ്പോൾ സ്വാഭാവികമായും വിജയിക്കുന്നു. കഥ ഇവിടെ അവസാനിക്കുന്നുമില്ല. വളവ് തിരിവുകൾ നിറഞ്ഞ വഴിയിലൂടെ പിന്നെയും മുന്നോട്ട് തന്നെ പോകുന്നു. ഒരു പക്ഷേ അടുത്ത കളിക്ക് വേണ്ടിയുള്ള കരുക്കൾ മനസ്സിൽ അടക്കി തുടങ്ങിയിട്ടുണ്ടാവും. സെലനെയും ബൽത്തസാറും തിരശ്ശീലെ സെലനെയും ബൽത്തസാറിനെയും ഇനിയും നിറഞ്ഞാടട്ടെ. യഥാർത്ഥ ജീവിതത്തിൽ മറ്റൊരാളും ജീവിതത്തിലേക്ക് അവരുടെ ഇടപെടലുകൾ നീളുന്നിടത്ത് നിയമം ഇടപെടട്ടെ. ഈ ഒരു സിനിമ നമുക്ക് വളരെ ഒരു എ സർട്ടിഫിക്കറ്റ് സിനിമയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തിയേറ്ററിൽ കണ്ടവർക്ക് തന്നെ അറിയാം ഇതൊരു വിജയിച്ച സിനിമ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ വർമ്മയാണ് നിർവഹിച്ചിരിക്കുന്നത്. ഛായാഗ്രഹണം പ്രതീഷ് വർമ്മയാണ് നിർവഹിച്ചിട്ടുള്ളത്. എഡിറ്റിംഗ് ദീപു ജോസഫും അതുപോലെ തന്നെ നിദ്ര ചന്ദ്രേട്ടൻ എവിടെയാ, വർണ്ണത്തിൽ ആശങ്ക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഈ ഒരു ചിത്രം, ചതുരം എന്ന ഈ ഒരു സിനിമ.
അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നാളെയാണ് നമ്മുടെ ചതുരം OTTയിലേക്ക് സിദ്ധാർത്ഥ് ഭരതൻ ചിത്രം ചതുരം, അതുപോലെ തന്നെ മമ്മൂട്ടി നായകനായ ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ക്രിസ്റ്റഫറും നാളെ OTTയിൽ റിലീസിനൊരുങ്ങുകയാണ്. മാർച്ച് 9 അതായത് നാളെയാണ് സിനിമ OTTയിൽ എത്തുന്നത്. സോസിക, വിജയ്, റോഷൻ മാത്യു, അലൻസിയർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ചതുരം സൈന പ്ലേയിലൂടെയാണ് റിലീസ് ചെയ്യുന്നത്. അമല പോൾ, ഐശ്വര്യ ലക്ഷ്മി, ഷൈൻ ടോം ചാക്കോ എന്നിവർ അഭിനയിച്ച് ഉദയകൃഷ്ണ തിരക്കഥ എഴുതിയ ക്രിസ്റ്റഫറും നാളെ, അതായത് മാർച്ച് 9 ആമസോൺ പ്രൈമിലൂടെ ക്രിസ്റ്റി സോണി ലീവിലും കാണാം. GR ഇന്ദുഗോപനും ബെന്യാമിനും ചേർന്നാണ് ക്രിസ്റ്റിയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. സോസിക, റോഷൻ മാത്യു, അലൻസിയർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്ത സിനിമയാണ് ചതുരം. ഇറോട്ടിക് ശ്രേണിയിൽ പുറത്തിറങ്ങിയ സിനിമ വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ സോസികയുടെ മികച്ച പ്രകടനവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സിനിമ OTTയിൽ റിലീസിനൊരുങ്ങുകയാണ്. സോസികയെ എങ്ങനെയാണ് ചതുരത്തിലേക്ക് തിരഞ്ഞെടുത്തതെന്ന് പറയുകയാണ് സംവിധായകൻ സിദ്ധാർത്ഥ് ഭരതൻ. സോസികയ്ക്ക് സംസ്ഥാന പുരസ്കാരം ലഭിച്ച സമയത്താണ് സിനിമയിലേക്ക് വിളിക്കുന്നതെന്നും അപ്പോഴൊന്നും അവർ സീരിയൽ നടിയാണെന്ന് അറിയില്ലായിരുന്നുവെന്നും സിദ്ധാർത്ഥ് പറഞ്ഞു. പിന്നീട് സോസിക സീരിയലിൻ്റെ ക്ലിപ്പുകൾ തനിക്ക് അയച്ചു തരുന്നതെന്നും അത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയെന്ന് ക്ലബ് FM നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. സോസിക ഈ ചിത്രത്തിൽ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് വസന്തി എന്ന ചിത്രത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്താണ്. അവരെക്കുറിച്ച് ക്ലിപ്പിങ്സ് ഒക്കെ കണ്ടിരുന്നുവെന്നാണ്. യങ്ങും ബ്യൂട്ടിഫുള്ളുമായിട്ടുള്ള ഒരു പെൺകുട്ടി. അതിനുശേഷം യൂട്യൂബിൽ എപ്പോഴും ബ്രൗസ് ചെയ്യുമ്പോൾ തുടരെ എന്നൊരു ഷോർട്ട് ഫിലിം കണ്ടു. അതിനും ഈ കുട്ടി തന്നെ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഇവരെ കോണ്ടാക്ട് ചെയ്തു. അവർ വന്നു. ഞങ്ങൾ സിനിമയെക്കുറിച്ച് സംസാരിച്ച്. ബോൾഡ് വേഷമാണെന്നും ഇതാണ് കഥയെന്നും പറഞ്ഞു. ഇത് കേട്ട ശേഷം ചേട്ടാ നിദ്രയിലെ പോലെയാണോ എന്ന് അവർ ചോദിച്ചു. അല്ല, അതുക്ക് മേലെ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഓക്കെ ആണെങ്കിൽ നമുക്കിത് പ്രൊസീഡ് ചെയ്യാമെന്നും പറഞ്ഞു. സ്റ്റോറി ലൈൻ അവർക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അവർ അതിന് തയ്യാറായത്. അല്ലാതെ ഈ ഇമേജ് അവർക്ക് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അവർ ഓക്കെ ആയി. അങ്ങനെ നടിയെ കിട്ടിയ കാര്യം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. സോസികയാണെന്ന് പറഞ്ഞപ്പോൾ അറിയാം, കുറേ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നും അമ്മ പറഞ്ഞു. അപ്പോഴും ഇവർ ടെലിവിഷൻ ആക്ട്രസ് ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഏതോ സ്ട്രോങ്ലിങ് ആക്ട്രസ് ആണെന്ന്, നമുക്ക് ഒരു ചാൻസ് കൊടുക്കാമല്ലോ, വേറെ ആരുമില്ലല്ലോ അവരെ സപ്പോർട്ട് ചെയ്യുന്നിങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു ദിവസം സോസികയുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ നിൻ്റെ വേറെ ഏതെങ്കിലും ഷോർട്ട് ഫിലിമോ വർക്കോ ഉണ്ടെങ്കിൽ അയക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ അവൾ സീരിയൽ എപ്പിസോഡിൻ്റെ ഒരു ക്ലിപ്പ് അയച്ചു. ഇത് കണ്ട് ഞാൻ ഞെട്ടി, സത്യമായി ഞെട്ടി. അയ്യോ, എനിക്ക് തോന്നി ടെലിവിഷൻ താരങ്ങൾ മോശമായതുകൊണ്ടല്ല പറഞ്ഞത്. ഞാൻ എടുക്കേണ്ട പണിയുടെ ലെവൽ ആലോചിച്ചിട്ടാണ് ടെൻഷനായത്. അങ്ങനെ ഞാൻ വീണ്ടും അമ്മയുടെ അടുത്ത് പോയി. അമ്മേ, ഇവർ സീരിയൽ ആക്ട്രസ് ആണല്ലേ എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു. അമ്മയ്ക്കിത് അറിയാമായിരുന്നെങ്കിൽ പറയാമായിരുന്നില്ലേ? ചോദിച്ചപ്പോൾ 5 കൊല്ലമായി സീതയിൽ അഭിനയിക്കുന്ന നടിയാണെന്നും നീ അറിയില്ലേ എന്ന് ചോദിച്ചു. സോസികയുമായിട്ടുള്ള ഷൂട്ട് എളുപ്പമായിരുന്നു. സീരിയൽ താരങ്ങളെ കുറിച്ച് പൊതുവെ പറയുന്ന കാര്യം ഓവർ ആക്ടിങ് ആയിരിക്കുമെന്നാണല്ലോ. ശരിക്കും ഓവർ ആക്ട് ചെയ്യുന്നവരെ ഡയറക്റ്റ് ചെയ്യുന്നതാണ് സുഖം. ലെവൽ കുറച്ചാൽ മതിയല്ലോ. ആക്ടിങ് ഇല്ലാത്തവരുടെ അടുത്ത് നിന്ന് കൊണ്ടുവരാനാണ് പാട്. അറിയാവുന്നവർ തന്നെ അണ്ടർ ആക്ടിങ് എന്ന് പറഞ്ഞു നിൽക്കും. സോസികയുമായുള്ള ഷൂട്ട് എളുപ്പമായിരുന്നു. ചില സീനുകൾ ചെയ്യുമ്പോൾ ലെവൽ കുറയ്ക്കണമെന്നും ദ ടെലിവിഷൻ കവരണം എന്നുമൊക്കെ ഞാൻ പറയുമായിരുന്നു, സിദ്ധാർത്ഥ് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായി ഈ സിനിമകളെക്കുറിച്ച് എന്താണ് താല്പര്യം, എന്താണെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
ഇറോട്ടിക് ത്രില്ലർ വിഭാഗത്തിലെത്തിയ ചിത്രമായിരുന്നു ചതുരം. സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് നൽകിയ ചിത്രത്തിന് നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. സ്വാസിക വിജയ് നായിക വേഷത്തിലെത്തി തകർത്താടിയ ചതുരം OTTയിലേക്ക് ഉടൻ എത്തുന്നു. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം സൈന പ്ലേ ആണ് ചിത്രത്തിൻ്റെ OTT അവകാശം സ്വന്തമാക്കിയത്. 2013 മാർച്ച് 9 സിനിമ OTTയിലെത്തുന്നത്, പ്ലാറ്റ്ഫോമുകളിലെത്തുന്നത്. അതുപോലെ തന്നെ പലവട്ടം OTT പ്ലാറ്റ്ഫോം ഏതെന്ന് സംശയം ചില തർക്കത്തിൽ നിന്നിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സിനിമ വളരെ മികച്ചൊരു സിനിമ തന്നെയാണ്. സിദ്ധാർത്ഥ് ഭരതൻ ചിത്രം ചതുരം OTTയിലേക്ക്. സ്വാസിക പ്രധാന കഥാപാത്രമായി എത്തിയ ചിത്രം ചതുരം OTTയിലേക്ക്. സിദ്ധാർത്ഥ് ഭരതൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രമാണ് ചതുരം. അതുപോലെ തന്നെ സ്വാസിക വിജയ് ആണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2022 നവംബർ 4 സിനിമ റിലീസിനെത്തിയിരുന്നത്. ചിത്രം OTTയിൽ സ്ട്രീം ചെയ്യാൻ ആരംഭിക്കുകയാണ്. മാർച്ച് 9 മുതലാണ് ചതുരം സൈന പ്ലേയിൽ കാണാം. അതുപോലെ തന്നെ റോഷൻ മാത്യു, അലൻസിയർ എന്നിവരാണ് ചിത്രത്തിൻ്റെ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. വലിയ പണക്കാരനും വൃദ്ധനുമായ ഒരാൾ അതിസുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയെ വിവാഹം കഴിച്ച് അയാളുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നു. അയാളുടെ ഗതിവൈകൃതങ്ങൾക്കും ക്രൂരമായ മർദ്ദനങ്ങൾക്കും ഇരയായി ജീവിക്കുന്ന അവളോട് നാട്ടുകാർക്കെല്ലാം സഹതാപമൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് കഥ മുമ്പോട്ട് പോകുന്നത്. വൃദ്ധനായ ഒരാളെ സ്വത്ത് കൈക്കലാക്കാനും ചെറുപ്പക്കാരനായ ഒരാളെ കൂടെ നിർത്താനും ഒരു സ്ത്രീയെ തൻ്റെ ശരീരം എങ്ങനെയൊക്കെ പ്രാപ്തമാക്കുന്നു എന്ന അന്വേഷണമാണ് ഒരർത്ഥത്തിൽ നോക്കിയാൽ ഈ ചതുരം സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിനയ് തോമസും സിദ്ധാർത്ഥ് ഭരതനും ചേർന്നാണ് ഈ ചിത്രത്തിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. വിനീത, അജിത്ത്, സിദ്ധാർത്ഥ് ഭരതൻ, ജോർജ് സാൻഡിയാഗോ, ജംനീഷ് തയ്യിൽ എന്നിവരാണ് നിർമ്മാണം. ഛായാഗ്രഹണം പ്രതീഷ് വർമ്മയും എഡിറ്റിംഗ് ദീപു ജോസഫ് എന്നിവരാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. പണത്തിൻ്റെ ഹുങ്കുള്ള ഇഷ്ടപ്പെട്ടതെല്ലാം വെട്ടിപ്പിടിക്കാൻ മടിക്കാത്ത, എതിർക്കുന്നവരെയൊക്കെ അടിച്ച് പരത്തുന്ന, വിട്ടുവീഴ്ച എന്ന വാക്ക് നിഘണ്ടുവിലില്ലാത്ത അച്ചായൻ്റെ രണ്ടാം ഭാര്യയായിട്ടാണ് സെൽന എത്തുന്നത്. അതായത് സ്വാസിക ഈ സിനിമയിൽ എത്തുന്നത്. സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്ത ചതുരം ഇങ്ങനെയാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. വാർദ്ധക്യത്തിലേക്ക് കടന്ന അച്ചായൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, സുന്ദരിയായ സെൽനയെ അയാൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനായിട്ടാണ് പണം കൊടുത്തു വാങ്ങിയതാണ്. സ്നേഹവും അതിനേക്കാളേറെ വെറുപ്പുമുള്ള ചതുരത്തിലേക്കാണ് സെൽനയുടെ ജീവിതം പറിച്ചു നടന്നത്. എല്ലാ സൗകര്യങ്ങളുമുള്ള വീട്ടിൽ, അളവില്ലാത്ത ഭൂമി, പണം. പക്ഷേ സെൽന എന്ത് ചെയ്യണമെന്ന് അച്ചായൻ പറയും. ചതുരംഗ തോൽപ്പിച്ചാലോ, അനുവാദമില്ലാതെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും കാത്തിരിക്കുന്നത് അസഭ്യവും മർദ്ദനവുമാകും. അത്രയേറെ ടോക്സിക് ആയ, എന്നാൽ കടമ പോലും സ്നേഹം നൽകുന്ന ആ ദാമ്പത്യം ആഴ്ചകൾ പിന്നിടുമ്പോഴേക്കും ഒരു അപകടം സംഭവിക്കുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഒരു ട്വിസ്റ്റ് ഈ സിനിമയിൽ സംഭവിക്കുന്നത്. അതോടെ തറവാട്ട് പേരും അപ്പനപ്പന്മാരും വീരകഥകളും പറഞ്ഞ് ലോകം മുഴുവൻ തൻ്റെ കാൽക്കീഴിലാണെന്ന് കരുതി വെച്ചിരുന്ന നമ്മുടെ അച്ചായൻ കിടപ്പിലാകുന്നു. ഇയാളെ പരിചരിക്കാനായിട്ടാണ് നമ്മുടെ ഹോം നേഴ്സായിട്ട് ബിൾത്താസർ എത്തുന്നത്. തുടർന്നുണ്ടാകുന്ന വൈകാരികവും സങ്കീർണവുമായ സംഭവമാണ് ചതുരത്തിൻ്റെ കഥാന്തുവായിട്ട് നമുക്ക് കാണുന്നത്. ചിത്രത്തിന് ലഭിച്ച എ സർട്ടിഫിക്കറ്റ് ചർച്ചയായപ്പോഴെല്ലാം സിനിമയ്ക്ക് ആവശ്യമുള്ളതാണെന്നാണ് സിദ്ധാർത്ഥ് ഭരതൻ പറഞ്ഞിട്ടുണ്ടായത്.
ഇതിനോട് നീതി പുലർത്തുന്നതാണ് സിനിമയിലെ ബോൾഡ് രംഗങ്ങൾ ഏറെയും എന്ന് തന്നെ നമുക്ക് പറയാം. സിനിമയിൽ കഥാപാത്രങ്ങളും സ്വഭാവവും തീവ്രമായ ആഗ്രഹങ്ങളും വൈകാരിക വസ്തുവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഈ രംഗം സഹായിച്ചിട്ടുള്ളത് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ജയിക്കാൻ വേണ്ടി 3 പേർ നടത്തുന്ന ഈ ശ്രമമാണ് ഈ ഒരു സിനിമ. മോശവും നിസ്സഹായവുമായി ഷെയ്ഡുകൾ എല്ലാം കഥാപാത്രങ്ങൾക്കുമുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ഈ സാഹചര്യത്തിൽ താരങ്ങളുടെ പ്രകടനം സിനിമയുടെ ഹൈലൈറ്റ് തന്നെയാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ സെൽനയെ അവതരിപ്പിച്ച സ്വാസിക പ്രത്യേക അഭിനന്ദനങ്ങളും അറിയിക്കുന്നുണ്ട്. മികച്ചൊരു അഭിനയം തന്നെയാണ് ഈ ഒരു സിനിമയിൽ സ്വാസിക പറയേണ്ടത്. ഒരു ടോക്സിക്സ് വ്യക്തിയുടെ നിസ്സഹായയായ ഭാര്യയായും അടങ്ങാത്ത ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന കാമുകിയായും ഇഷ്ടമുള്ളത് നേടാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂരമായി മാറുന്ന കഥാപാത്രത്തെയാണ് സ്വാസിക അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു യുവാവിൻ്റെ എല്ലാ ചാബല്യങ്ങളോടുമുള്ള എല്ലാ ക്രൂരനാവാൻ സാധിക്കാത്ത വിധം ലോലഹൃദയമുള്ളയാളാണ് ബൽത്താസാർ. അയാൾക്ക് സ്വപ്നങ്ങളുണ്ട്, സ്വാർത്ഥതകളുണ്ട്. പക്ഷേ അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും അയാൾക്കാവില്ല എന്നതാണ് ഈ ഒരു സിനിമകളുടെ ഹൈലൈറ്റ്. ബൽത്താസാറിൻ്റെ തന്മയത്തോടെ റോഷൻ അവതരിപ്പിച്ചു. തുടക്കത്തിൽ പ്രേക്ഷകരെ വെറുപ്പിക്കുന്ന അച്ചായൻ പിന്നീട് സഹതാപം നേടുമ്പോൾ അലൻസിയർ കയ്യടി അറിയിക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിസൂക്ഷ്മമായി കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അലൻസിയർ രീതിയുടെ ഫലമാണെന്ന് നിസ്സംശയം പറയാം. റോഷൻ, അലൻസിയർ എന്നിവരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. മറ്റുള്ള കഥാപാത്രങ്ങൾ ഒരുപാട് സിനിമയുടെ കഥയുമായി ലിങ്ക് ചെയ്യുന്നില്ലെങ്കിലും ഈ 3 പേരെ വെച്ചിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. എങ്കിലും ഏതാനും സീനുകൾ മാത്രം വന്നു പോയ ജാഫർ ഇടുക്കിയുടെ കഥാപാത്രവും പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം നേടുകയും ചെയ്തിട്ടുണ്ട്. സങ്കീർണമായി സിനിമ മുന്നോട്ട് പോകുന്നതിനിടെ തിയേറ്ററുകൾ ചിരിപിടിപ്പിക്കാൻ ജാഫർ ഇടുക്കിക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ശാന്തി ബാലകൃഷ്ണൻ, പെങ്ങൾ തങ്കം, നിഷാദ് സാഗർ എന്നിവരും ഭേദപ്പെട്ട പ്രകടനം തന്നെയാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. പ്രവചിക്കാനാവുന്ന ട്രാക്കിലൂടെ മുന്നോട്ട് പോകുമ്പോഴും ആദ്യ പകുതി ത്രില്ലടിപ്പിക്കുന്നുണ്ട് ഈ സിനിമ. എന്തോ വലുത് വരുമെന്ന തോന്നൽ എപ്പോഴും നിലനിർത്തുന്നുണ്ട്. കഥാപാത്രങ്ങളെ വികസിപ്പിക്കാനും അവരിലൂടെ പ്രേക്ഷകർക്ക് ചിന്തിക്കാനും പാകത്തിനാണ് മേക്കിംഗ്. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വലിച്ചു നീട്ടൽ അനുഭവം നമുക്ക് തോന്നിയേക്കാം. അമിത പ്രതീക്ഷയ്ക്കും ചില ആശയക്കുഴപ്പങ്ങൾക്കും കാരണമാകുന്ന ഘട്ടങ്ങളും കല്ലുകൂടിയാകുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ വളരെ മികച്ചു നിന്ന പശ്ചാത്തല സംഗീതവും ഭേദപ്പെട്ട ഛായാഗ്രഹണവും അനുയോജ്യമായ കോസ്റ്റ്യൂം ഡിസൈനിങ് എന്നിവയ്ക്കൊപ്പം കൈയടക്കമുള്ള സംവിധായകൻ ചേരുന്നതാണ് ചതുരം. എങ്കിലും മെച്ചപ്പെടുത്താനുള്ള സാധ്യത തിരക്കഥയിൽ ബാക്കിയുണ്ട്. പുതുമ തേടിപ്പോകുന്ന പ്രേക്ഷകർക്ക് ചതുരം നല്ലൊരു അനുഭവം തന്നെയാകും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. ഞാൻ ഇതിൽ ഒരുപാട് സിനിമ റിവ്യൂകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റേതായ കമൻറ്റുകൾ, കഴിഞ്ഞ ദിവസം വാരിസിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ദിവസം മറ്റുള്ള സിനിമകളുടെയൊക്കെ റിവ്യൂകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സിനിമ റിവ്യൂകൾ കാണാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ബാക്കി ചതുരത്തിൻ്റെ കൂടുതൽ റിവ്യൂയിലോട്ട് പോകാം. വലിയ പണക്കാരനും വൃദ്ധനുമായ ഒരാൾ അതിസുന്ദരിയായ ഒരു ചെറുപ്പക്കാരി വിവാഹം കഴിച്ച് അയാളുടെ വലിയ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അയാളുടെ രതിവൈകൃതങ്ങൾക്ക് ക്രൂരമായ മർദ്ദനങ്ങൾക്കും ഇരയായ ജീവിക്കുന്ന അവളോട് നാട്ടുകാർക്കെല്ലാം സഹതാപവും രഹസ്യമായ അഭിനിവേശവും ഉണ്ടായിരുന്നു.
എന്നിട്ട് എന്തൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ കേട്ട ഇക്കിളി കഥകളിൽ നിന്ന് നമ്മൾ എന്തൊക്കെയോ ഊഹിക്കുന്നുവോ അതെല്ലാം തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ സിനിമയിൽ സംഭവിക്കുന്നത് തന്നെയാണ്. സംവിധാനം സന്തുരം സൗന്ദര്യശാസ്ത്രപരമായോ സാങ്കേതികമായോ എന്ത് പറയാനുണ്ടായാലും മലയാളത്തിലെ ഈറോട്ടിക് സ്വഭാവമുള്ള ത്രില്ലറുകളുടെ പതിവ് കാഴ്ചശീലങ്ങൾ കുരുങ്ങി ചതുരത്തിനകത്ത് കാണികളെ ഇടുകയാണ് സംവിധായകൻ ചെയ്തതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സ്ത്രീ ശരീരം അതിൻ്റെ സാധ്യതകൾ ഒക്കെ രതിയിൽ തുടങ്ങി അവസാനിക്കുന്നു എന്നൊരു മലയാളി പൊതുബോധം ഉണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ സ്ത്രീ ശരീരത്തിൻ്റെ ഏക സാധ്യത രതിയാണെന്ന വിശ്വാസവും ഈ ബോധ്യത്തിൻ്റെ തുടർച്ചയാണ്. ഈ രണ്ട് ബോധ്യങ്ങളെയും തുടക്കം മുതൽ ഒടുക്കം വരെ മുറുകെ പിടിക്കുന്നുണ്ട് ചതുരം. വൃദ്ധനായ ഒരാളെ സ്വത്ത് കൈക്കലാക്കാനും ചെറുപ്പക്കാരനായ ഒരാളെ കൂടെ നിർത്താനും ഒരു സ്ത്രീയെ തൻ്റെ ശരീരം എങ്ങനെയൊക്കെ പ്രാപ്തമാക്കുന്നു എന്ന അന്വേഷണമാണ് ഒരർത്ഥത്തിൽ ഈ ചതുരം എന്ന സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വാസികയുടെ സെലീന പല രീതിയിലും ഒരു കഥാപാത്രം എന്നതിലുപരി സിനിമയിൽ ഒരു ശരീരമാണ്. കഥാപാത്ര നിർമ്മിതിയേക്കാൾ ഉപരി ശരീരത്തിൻ്റെ പലവിധ സാധ്യതകൾ സംവിധായകൻ ഉപയോഗിക്കുന്നു. ഈ ഒരു സാധ്യതയും ഇത്തരമൊരു സിനിമാ രീതിയെയും ഇന്ത്യൻ സിനിമകൾ 2 ദശാബ്ദങ്ങൾക്കെങ്കിലും മുമ്പ് ഉപേക്ഷിച്ചതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ചതുരത്തിൽ അത്തരമൊരു രീതിയാണ് സംവിധായകൻ പിന്തുടരുന്നത്. എഴുത്തുകാരൻ കൂടിയായ ബിനോയ് തോമസും സംവിധായകൻ സിദ്ധാർത്ഥ് ഭരതനും ചേർന്ന് തന്നെയാണ് ചതുരത്തിൻ്റെ കഥ എഴുതിയിരിക്കുന്നത്. മനുഷ്യ മനസ്സ്, അതിയായ കാമനകൾ തുടങ്ങിയ സാധ്യതകളെയാണ് സിനിമയുടെ തിരക്കഥ പിൻപറ്റുന്നത്. ശയ്യാവലംബിയായ വൃദ്ധൻ്റെയും ഭാര്യയെയും ചെറുപ്പക്കാരനെയും ശരീരം കൊണ്ട് വരുതിയിലാക്കുന്ന മറ്റൊരാളുടെ ഭാര്യ ഇവിടുത്തെ സ്ഥിരം വർത്തമാനങ്ങളിലെ കഥാപാത്രങ്ങളാണ്. വൈഖ്യാന സാധ്യതകളെയും ഷേക്സ്പിയർ അപനിർമ്മാണത്തിൻ്റെയും ഒക്കെ അപ്പുറം ഈ ഇക്കിളി കഥകളിൽ രസിപ്പിക്കുന്ന നായിക പരിവേഷമാണ് ചതുരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ രീതിയിൽ രൂപപ്പെടുത്തിയ കഥയെയും സംഭാഷണങ്ങളെയും തിരക്കഥയും ക്യാമറയും ഒക്കെ ചതുരത്തിൻ്റെതാണ്. രണ്ട് സ്ത്രീകളുമായി ഒരേ സമയം ബന്ധം പുലർത്തുന്ന പുരുഷനെ കുറിച്ച് പൊതുവെ നമ്മൾ ഉപയോഗിക്കാറുള്ള വാക്ക് പെട്ടുപോയ ആൾ എന്നാണ്. കാലാകാലങ്ങളായി മലയാള സിനിമ അത്തരത്തിൽ പുരുഷന്മാരെ നിർമ്മിക്കാറുണ്ട്. ജീവിതത്തിലെ 2 സ്ത്രീകളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ ഇതിന് കാരണമായി ഉയർത്തുന്നുണ്ട്. പാവം, തൻ്റേടി, ദ്വന്ദ്ം, ഉണർന്ന് പ്രവർത്തിക്കുന്ന പാവം കാമുകിയുടെ നിർബന്ധ ബുദ്ധിക്കും തൻ്റേടിയായ സ്ത്രീയുടെ ശരീരമെന്ന മരീചികയ്ക്കും ഇടയിൽ പെട്ട് പോകുന്ന പുരുഷനെ ചതുരത്തിൽ കാണാം. സംവിധായകൻ്റെ മുൻചിത്രമായ ചന്ദ്രേട്ടൻ എവിടെയാ ഉയർത്തിയ അതേ രീതിയാണ് വേറൊരു ഗണത്തിൽപ്പെട്ട ചതുരത്തിലും ഒരു പുരുഷൻ്റെ ബന്ധങ്ങൾക്കിടയിലുള്ള ആശയക്കുഴപ്പത്തെ കാണുന്നത്. പുരുഷൻ